അമേരിക്ക തൊടുത്തുവിട്ട ആക്രമണങ്ങൾ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുന്ന രീതിയാണ് ഇറാൻ ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഒരു വശത്ത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാകാൻ ശ്രമിക്കുമ്പോഴും മറുവശത്ത് യുദ്ധത്തിന്റെ ചോരക്കറ പുരണ്ട അവകാശവാദങ്ങളുമായിട്ട് ഇറാൻ എത്തുമ്പോൾ ഇത് അമേരിക്കയ്ക്ക് വലിയ പ്രഹരമാണ് നൽകുന്നത്. കാരണം അമേരിക്ക കാണിക്കുന്ന ഇരട്ടത്താപ്പ് അതേപോലെ തന്നെ ഇറാൻ കാണിക്കുന്നു. അതായത് ഒരു തിരിച്ചടി എങ്ങനെയാണോ ഇങ്ങോട്ടേക്ക് അടിക്കുന്നത് അതിന് ബദലായിട്ട് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുന്ന രീതി. ലോകത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അതിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തങ്ങൾക്ക് രഹസ്യ ആണവായുധ പദ്ധതികൾ ഇല്ല എന്നും ലോകശക്തിയായിട്ടുള്ള അമേരിക്കയുമായിട്ട് ഏത് ചർച്ചയ്ക്കും തയ്യാറാണ് എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സമൂഹം ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. എന്നാൽ ഈ ഒരു സമാധാന സന്ദേശത്തിന് തൊട്ടു പിന്നാലെ തങ്ങൾ കൂടുതൽ അമേരിക്കൻ സൈനികരെ വധിച്ചു എന്ന ഇറാന്റെ പ്രകോപനപരമായിട്ടുള്ള അവകാശവാദം ഈ നീക്കങ്ങളുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് ഇറാൻ അങ്ങനെ പറഞ്ഞത്? ഇറാൻ പെട്ടെന്ന് അല്ലെങ്കിൽ സമാധാനം കൊണ്ടുവന്ന് ചർച്ചയൊക്കെ ചെയ്ത് പിന്മാറാൻ തയ്യാറല്ല എന്ന് തെളിയിക്കുന്ന കാര്യം കൂടിയാണ് ആ ഒരു തുറന്നു പറച്ചിൽ എന്ന് പറയുന്നത്. വാക്കുകളിലെ തന്ത്രമല്ല, മറിച്ച് യുദ്ധഭൂമിയിലെ ചോരപ്പുഴയാണ് നിലവിലെ യാഥാർത്ഥ്യം. പെന്റഗൺ പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇതിനോടകം തന്നെ 18ഓളം US സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 100-ലധികം പേർക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ജോർദാനിലെയും ഇറാഖിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ വെറും ഒരു പ്രതിരോധമല്ല, മറിച്ച് കൃത്യമായിട്ടുള്ള ആസൂത്രണം ചെയ്ത തിരിച്ചടിയാണ് എന്ന് ഇറാന്റെ IRGC അടിവരയിട്ട് പറയുകയാണ്. തങ്ങളുടെ സൈനികരുടെ ഓരോ തുള്ളിച്ചോരയ്ക്കും പകരമായിട്ട് ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തുന്ന തുടർച്ചയായിട്ടുള്ള വ്യോമാക്രമണങ്ങൾ മേഖലയെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ അരികിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. യുദ്ധം വെറും ഒരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിന് വേണ്ടിയുള്ള വൻ ശക്തികളുടെ പോരാട്ടമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ട്രംപിനെയാണ്. ട്രംപിന്റെ അധികാരമോഹവും അമിത ആവേശവും അല്ലെങ്കിൽ ആക്രാന്തവുമാണ് ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത്. പണം വേണം, അല്ലെങ്കിൽ ഹോർമുസ് പിടിച്ചെടുക്കണം, നിയന്ത്രണം വേണം, ഞങ്ങളുടെ കീഴിൽ എല്ലാ രാജ്യങ്ങളും വരണം എന്ന് പറയുന്ന ചില കാര്യങ്ങൾ അമേരിക്കയ്ക്കുണ്ട്, അല്ലെങ്കിൽ ട്രംപിനുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഒരിക്കലും അടിയറവ് പറയാൻ ഇറാൻ ഒരിക്കലും നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഇറാൻ മുന്നോട്ട് കൊണ്ടുപോകും. ഈ കപ്പൽ പാതകൾ ഉപരോധിക്കുമെന്ന ഇറാന്റെ ഭീഷണിയും, അങ്ങനെ സംഭവിച്ചാൽ ഇറാന്റെ ഭൗതിക സാഹചര്യങ്ങൾ ഒന്നടങ്കം തകർക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പും ലോകത്തെ കടുത്ത എണ്ണ പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഇന്ന് ലോക രാജ്യങ്ങളെ മൊത്തത്തിൽ ആശങ്കയിലാഴ്ത്തുകയാണ്, വലിയ പ്രതിസന്ധി കൊള്ളിക്കുകയാണ്. ചർച്ചയ്ക്കുള്ള ഇറാന്റെ ക്ഷണം യുദ്ധത്തിൽ നിന്നുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള പിന്മാറ്റമാണോ, അതോ കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾക്കായുള്ള സമയമെടുക്കലാണോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിൽ സംഭവിക്കാൻ പോകുന്ന നിർണായക നീക്കങ്ങൾ എന്താണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും വലിയ യുദ്ധമായിരിക്കുമെന്നത്. കാരണം 12 ദിവസം പിന്നിടുമ്പോൾ വലിയ നഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നു, അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു, ഇറാനും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇറാന്റെ അല്ലെങ്കിൽ തങ്ങളുടെ പരമാധികാരത്തിന്മേൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ കഴിയില്ല എന്നത് വളരെ വ്യക്തമാക്കി കഴിഞ്ഞു. ഹോർമുസിന്റെ നിയന്ത്രണം നിലവിൽ ഇറാന്റെ പക്കൽ തന്നെയാണ്. ഇനി ആണവ നിലയങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതായത് രഹസ്യ ആണവായുധ പദ്ധതികൾ ഇല്ല എന്ന ഇറാന്റെ പ്രഖ്യാപനം കേവലം ഒരു നയതന്ത്ര പ്രതിരോധം മാത്രമാണെന്നാണ് അമേരിക്കയും അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നത്. പിക്കാസ് മൗണ്ടൻ പോലെയുള്ള അതിശക്തമായിട്ടുള്ള ഭൂഗർഭ തുരങ്കങ്ങളിൽ ഇറാൻ അതീവ രഹസ്യമായിട്ട് യുറേനിയവും സമ്പുഷ്ടീകരണവും ആണവ ഗവേഷണങ്ങളും നടത്തുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളാണ് പെന്റഗൺ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത്. അത് അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. കാരണം അമേരിക്കയ്ക്കൊപ്പം വലിയൊരു ശക്തിയായിട്ട് ഈ രാജ്യം വളർന്നു വന്നു കഴിഞ്ഞാൽ അമേരിക്ക പറയുന്ന കാര്യങ്ങളിലേക്ക് ഒരു രാജ്യവും അടുക്കില്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ അമേരിക്കയുടെ അടിമപ്പണി ചെയ്തിരുന്ന ആളുകളെല്ലാം മാറും, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് കീഴിൽ അടിമകളായിരുന്നവർ മാറും എന്നുള്ളൊരു പേടി ഈ പറയുന്ന അമേരിക്കയ്ക്കുണ്ട്. അമേരിക്കയാണ് ലോകശക്തി എന്ന് സ്വയം അവകാശപ്പെടുമ്പോഴും ഇറാന്റെ നിലനിൽപ്പിന് വേണ്ടി, അല്ലെങ്കിൽ ഇറാന്റെ ജനതയ്ക്ക് വേണ്ടി, ഇറാന്റെ പരമാധികാരത്തിന് വേണ്ടി അവർ തുടങ്ങുന്ന ഈ ഒരു യുദ്ധം അക്ഷരാർത്ഥത്തിൽ അമേരിക്ക എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്വയം അവർ തന്നെ വിശേഷിപ്പിക്കുന്ന ലോകശക്തിയെ തോൽപ്പിച്ചിരിക്കുകയാണ്.
തങ്ങളുടെ മേൽ അനാവശ്യമായിട്ടുള്ള യുദ്ധം അടിച്ചേൽപ്പിക്കാൻ വാഷിംഗ്ടൺ കെട്ടിച്ചമച്ച കഥകളാണ് എന്നാണ് ഇറാന്റെ വിദേശ മന്ത്രാലയം ഇതിനെതിരെ പ്രതികരിച്ചത്. എന്തായാലും ഇതിനെതിരെ ട്രംപ് കടുത്ത മുന്നറിയിപ്പുകൾ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഇറാനെ ഒരു കാരണവശാലും ആണവ ശക്തിയാകാൻ അനുവദിക്കില്ല എന്ന ദൃഢനിശ്ചയത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ ഭരണകൂടവും ഉള്ളത്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ശക്തമായിട്ടുള്ള വ്യോമാക്രമണം ഉണ്ടാകുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് ട്രംപ് നൽകുന്നത്. ആക്രമണം ഉണ്ടായാൽ യുഎസിന്റെയും അവരുടെ സഖ്യകക്ഷികളുടെയും താല്പര്യങ്ങൾ തകർക്കുമെന്ന് ഇറാന്റെ സൈനിക കമാൻഡും തിരിച്ചടിച്ചിട്ടുണ്ട്. ജോർദാനിലെ മിസൈൽ ആക്രമണം നമുക്കറിയാം. ഈ വാക്പോരുകൾക്കിടയിലാണ് യുദ്ധഭൂമിയെ ഞെട്ടിച്ചുകൊണ്ട് ജോർദാനിലെയും ഇറാഖിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ IRGC ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ശക്തമാക്കിയത്. ജോർദാനിലെ മുവാഫക്ക് സാൽത്തി എയർബേസിന് നേരെ ഇറാൻ തൊടുത്തുവിട്ട മിസൈൽ അമേരിക്കയുടെ പ്രതിരോധ വ്യൂഹങ്ങളെ തകർത്തുകൊണ്ട് പതിക്കുകയായിരുന്നു. ഈ വർഷം ഫെബ്രുവരിയിൽ ആരംഭിച്ച യുദ്ധത്തിൽ തങ്ങൾ അമേരിക്കയ്ക്ക് ഏൽപ്പിച്ച ഏറ്റവും വലിയ ആഘാതങ്ങളിൽ ഒന്നായിരുന്നു എന്നാണ് ഇറാൻ സൈന്യം ഇതിനെ അവകാശപ്പെടുന്നത്. അമേരിക്കൻ സൈനികരുടെ മരണം ഇനി നോക്കുകയാണെങ്കിൽ പെന്റഗൺ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഈ യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ എണ്ണം 18 ഉയർന്നിട്ടുണ്ട്. ഇതിന് യാഥാർത്ഥ്യ കണക്കുകളാണോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജോർദാൻ താവളത്തിലുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 3 സൈനികരും ഇറാഖിൽ തകർന്നു വീണ ഇറാനിയൻ ഡ്രോൺ നിർവീര്യമാക്കുന്നതിനിടയിൽ കൊല്ലപ്പെട്ട 1 സൈനികനും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. തങ്ങളുടെ സൈനികരുടെ മൃതദേഹങ്ങൾ തിരികെ അമേരിക്കയിൽ എത്തിച്ച ചടങ്ങിൽ പ്രസിഡന്റ് ട്രംപ് നേരിട്ട് പങ്കെടുക്കുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു. വർദ്ധിക്കുന്ന പരിക്കുകളും പെന്റഗണിന്റെ ആശങ്കയും ഇനി ഒട്ടും ചെറുതല്ല. സൈനികരുടെ മരണം മാത്രമല്ല, പരിക്കേൽക്കുന്നവരുടെ എണ്ണം വൻതോതിൽ ഉയർന്നതും US ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കുകയാണ്. ഈ ജൂലൈ മാസത്തിൽ മാത്രം 100ഓളം അമേരിക്കൻ സൈനികർക്കാണ് വിവിധ ആക്രമണങ്ങളിൽ പരിക്കേറ്റത്. ഇതോടെ യുദ്ധം ആരംഭിച്ചത് മുതൽ പരിക്കേറ്റ ആകെ US സൈനികരുടെ എണ്ണം 500ലേക്ക് അടുക്കുകയാണെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. പരിക്കുകളിൽ ഭൂരിഭാഗവും നിസ്സാരമാണെന്ന് പെന്റഗൺ അവകാശപ്പെടുമ്പോഴും യുദ്ധത്തിന്റെ തീവ്രത ഇത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാന്റെ നാശനഷ്ടങ്ങളും സിവിലിയൻ മരണങ്ങളും നോക്കുകയാണെങ്കിൽ മറുഭാഗത്ത് അമേരിക്കൻ വ്യോമസേന നടത്തുന്ന കടുത്ത ബോംബിങ്ങിൽ ഇറാനിന് വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മാത്രം അമേരിക്കൻ ആക്രമണങ്ങളിൽ 53 ഇറാനിയൻ പൗരന്മാർ കൊല്ലപ്പെടുകയും 600ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ട് ഇറാന്റെ ആരോഗ്യ മന്ത്രാലയം തന്നെ സ്ഥിരീകരിക്കുന്നു. കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് എന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ മനുഷ്യാവകാശ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. തുടർച്ചയായിട്ടുള്ള 12 രാവുകളിലെ വ്യോമാക്രമണം നോക്കാം നമുക്ക്. അതായത് ഇത്രയും പ്രശ്നം അല്ലെങ്കിൽ ഇത്രയും വലിയ പ്രഹരമേറ്റ ഇറാൻ വെറുതെ ഇരിക്കില്ല എന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ കഴിഞ്ഞ 12 ദിവസം നോക്കുകയാണെങ്കിൽ തങ്ങളുടെ സൈനികരുടെ മരണത്തിന് പകരമായിട്ട് US സെൻട്രൽ കമാൻഡ് ഇറാനിലെ സൈനിക ലക്ഷ്യങ്ങൾക്ക് നേരെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. തുടർച്ചയായിട്ടുള്ള 12ാമത്തെ രാത്രിയിലും അമേരിക്കൻ യുദ്ധവിമാനങ്ങളും മിസൈലുകളും ഇറാന്റെ തീരദേശ നിരീക്ഷണ കേന്ദ്രങ്ങളും ഡ്രോൺ സംഭരണശാലകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തകർത്ത് തരിപ്പണമാക്കി എന്നാണ് പറയുന്നത്. ദക്ഷിണ ഇറാനിലെ ചമ്പാഹർ, ബുഷഹർ തുടങ്ങിയ തീരദേശ നഗരങ്ങളിൽ വൻ സ്ഫോടനങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായത്. ഈ ഹോർമുസ് കടലിടുക്കിലെ എണ്ണയും കൂടി പറയണം. അവിടെയാണ് നിർണായകമാകുന്നത്. അതായത് അമേരിക്ക തിരിച്ചടിക്കുന്നു എന്ന് പറയുമ്പോൾ മറുവശത്ത് ഹോർമുസ് പൂർണ്ണമായിട്ടും അടച്ചു. അവിടുത്തെ കപ്പലുകൾക്ക് വലിയ പ്രഹരം ഇറാൻ കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇറാന്റെ സഖ്യകക്ഷിയായിട്ടുള്ള ഹൂത്തി വിമതർ ചെങ്കടലിലെ സൗദിയുടെ കപ്പൽ ആക്രമിച്ചു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നത്. ഈ കടലിടുക്കിലെ എണ്ണ വലിയ രീതിയിൽ തന്നെ പ്രശ്നമായി മാറുമ്പോഴും ഈ ആഗോള സാമ്പത്തിക വിലയിൽ വലിയ വർധനവും ഉണ്ടാകുന്നുണ്ട്. ആ വില വർധനവാണ് ഇപ്പോൾ ജനങ്ങളുടെ വയറ്റത്തടിയായിട്ട് മാറുന്നത്. ഈ യുദ്ധത്തിന്റെ പ്രഭവ കേന്ദ്രം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായിട്ടുള്ള ഈ ഹോർമുസ് കടലിടുക്കാണ്. ഇപ്പോൾ ചെങ്കടൽ കൂടി ആക്രമിക്കുന്നു. ഈ പാതയിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ ഇറാൻ ആക്രമിച്ചാൽ ഇറാന്റെ ഓരോ പാലങ്ങളും ഊർജ്ജ നിലയങ്ങളും ഒന്നൊന്നായിട്ട് ബോംബിട്ട് തകർക്കുമെന്ന് ട്രംപ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഹൂത്തി വിമതർ സൗദി കപ്പലിന് നേരെ ആക്രമണം നടത്തിയത്. അങ്ങനെ രാജ്യം വലിയ രീതിയിൽ തന്നെ നേരിടുകയാണ്. ഇറാന്റെ യാതൊരുവിധ നീക്കങ്ങളെയും അമേരിക്കയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഇനി ഇറാന്റെ ഈ സഖ്യകക്ഷികളായ യമനിലെ ഹൂത്തി വിമതർ ചെങ്കടലിൽ 2 കപ്പലാണ് സൗദിയുടെ എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയത്.
ഇത് പ്രതിസന്ധി കൂടുതൽ വഷളാക്കുന്നുണ്ട്. സൗദി കപ്പലുകൾക്ക് മേൽ തങ്ങൾ ഏർപ്പെടുത്തിയ സമുദ്ര ഉപരോധം ലംഘിച്ചതിനാണ് ആക്രമണം എന്നാണ് ഈ ഹൂത്തികൾ പറയുന്നത്. ഇറാന്റെ മിസൈലുകളുടെ കൃത്യതയും ഹൂത്തികളുടെ ഈ ഒരു നീക്കങ്ങളും മിഡിൽ ഈസ്റ്റിലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് യുദ്ധം പടരുമെന്ന ഭീതി പരത്തുന്നുണ്ട്. യുദ്ധ ചെലവുകളും സാമ്പത്തിക പ്രതിസന്ധിയും നോക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ കനക്കുന്ന ഈ ഒരു യുദ്ധം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കും കനത്ത ആഘാതമാണ് സൃഷ്ടിക്കുന്നത്. ഇതുവരെയുള്ള യുദ്ധ ചെലവ് മാത്രം നോക്കുകയാണെങ്കിൽ $37.5 ബില്യൺ, ഏകദേശം 3.1 ലക്ഷം കോടി രൂപ പിന്നിട്ടതായിട്ട് US പ്രതിരോധ സെക്രട്ടറി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയതാണ്. വലിയ നാശനഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം തുടരാൻ പെന്റഗൺ $95 ബില്യൺ പുതിയ ബജറ്റ് അനുമതി തേടുമ്പോൾ വരാനിരിക്കുന്ന US ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഇത് ഭരണകക്ഷിയായ റിപ്പബ്ലിക്കന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ അമേരിക്ക കടം ചോദിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നു. കടം വാങ്ങുകയാണ്. പൈസ ഇല്ല. ഇനി യുദ്ധം ചെയ്യാൻ എന്ത് ചെയ്യുമെന്നുള്ള ആലോചനയിലാണ്. അതിനിടയിലാണ് അവിടെ തിരഞ്ഞെടുപ്പ് വരുന്നത്. എന്തായാലും ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇറാന്റെ നിർണായക നീക്കങ്ങളിൽ ട്രംപ് ഒരുപാട് പെട്ടിരിക്കുകയാണ്.